ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നാളെ പാടൂർ വേലയല്ലേ. അപ്പോൾ തലേ ദിവസം പൂരപ്പറമ്പിലൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ പിള്ളേരെയൊക്കെ റെഡിയാക്കി ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ചേച്ചി ഏട്ടനും വരുന്നുണ്ട്. അവർ സ്കൂട്ടി ആയിട്ട് എടുത്ത് വേലയുടെ തിരക്കിൻ്റെ ഇടയിൽ കാറൊന്നും കൊണ്ട് പോയാൽ നമുക്ക് പെട്ടെന്ന് വരാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടാ. അതും പിന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. എന്തൊക്കെ വേടിക്കുന്ന കൺഫ്യൂഷനിലാണ്. പിന്നെ എത്തിയതിൻ്റെ ചെറിയൊരു സ്റ്റാർട്ടിംഗ് ട്രബിളായിരുന്നു കേട്ടോ. അവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പന്തൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ലൈറ്റുകളൊക്കെ ഇങ്ങനെ മാറി മാറി വരുമ്പോൾ അവിടെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഗാനമേളയാണ് കേട്ടോ. അവിടെ നല്ല പാട്ടുകളൊക്കെ കേട്ട് കുറച്ച് നേരം നിന്നു. അപ്പോഴേക്കും പിന്നെ കടല മേടിക്കണ്ടേ എന്നുള്ള ആശങ്കയിലാണ് നമ്മുടെ ആദ്യം കേട്ടോ. പിന്നെ മെല്ലെ ചോദിച്ച് മേടിച്ചു. കുഞ്ഞിപ്പെണ്ണിൻ്റെ മേലെ ആദ്യത്തെ വേലയാണ് കേട്ടോ. മിത്തൂട്ടിൻ്റെ ആദ്യത്തെ വേല പാടൂർ വേല തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഉണ്ണിപ്പെണ്ണ് പിന്നെ സൗണ്ടൊക്കെ കേട്ട് വലിയ അലമ്പൊന്നും ഉണ്ടായില്ല, സൈലൻ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് നല്ല പേടി ഉണ്ടായിരുന്നു. ഇങ്ങനെ ഓവർ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ അവൾക്ക് പേടിയാവുമോ, അവൾ കരയുമോ എന്നൊക്കെ പേടിയുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കരച്ചിന് ബഹളമൊന്നും ഉണ്ടായില്ല കേട്ടോ. മിത്തു അതും പിന്നെ മെല്ലെ ഹരം പിടിച്ച് വരുന്നുണ്ട് കേട്ടോ. പാട്ടൊക്കെ കേട്ട് മെല്ലെ മിത്തുവാണ് തുടങ്ങി വെച്ചത് കളിക്കാൻ. അങ്ങനെ മിത്തുവിനെ താഴത്ത് ഇറക്കി കേട്ടോ. എന്നാൽ ഇഷ്ടത്തിന് കളിച്ചോ പറഞ്ഞിട്ട്. അങ്ങനെ മെല്ലെ ആദ്യം കൂടിയുണ്ട് കേട്ടോ മിത്തുവിൻ്റെ കൂടെ കളിക്കാനായിട്ട്. അതെന്തിനാടാ നമ്മുടെ ശബ്ദമായി എത്തുന്ന താരങ്ങൾ മറ്റാരുമില്ല. ഫ്ലവേഴ്സ് മ്യൂസിക്കൽ വൈസ് വിന്നർ സുധി എസ് ബാബു. അങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ ഐറ്റം നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. നമ്മുടെ ആദ്യം തന്നെ തുടങ്ങി വെച്ചു കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ കടല വേണമെന്ന് പറഞ്ഞിട്ട് കടല പിടിക്കാൻ പോയി. അപ്പോൾ അവന് എരിവില്ലാത്ത കടല മതി എന്ന് പറഞ്ഞിട്ട് അത് സെപ്പറേറ്റ് ചെയ്ത് പിന്നെ ഞങ്ങൾക്ക് വേറെ. അങ്ങനെ രഞ്ജോട്ടൻ കടലയൊക്കെ മേടിച്ചിട്ട് വന്നിട്ടാ. നമ്മളതിങ്ങനെ നല്ല കഴിച്ചു. എല്ലാവരും ഓരോ കൂപ്പൺ എടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വേദിയിൽ അടുത്തത് എല്ലാവരും റെഡിയാവും കേട്ടോ. മിത്തു അങ്ങനെ കഴിച്ചൊന്നുമില്ല കേട്ടോ. മിത്തു അങ്ങനെ കടലയും കാര്യങ്ങളൊക്കെ കഴിക്കൽ കുറവാണ്. വീട്ടിൽ നമ്മൾ മേടിക്കുന്ന കടലയൊക്കെ കഴിക്കും. പക്ഷേ ഇങ്ങനെ പൂരപ്പറമ്പൊന്നും മേടിക്കുമ്പോൾ മൂപ്പര് അങ്ങനെ അധികം കഴിക്കാറില്ല. അപ്പോൾ ആദ്യം അവൻ്റെ പോക്കറ്റിലൊക്കെ ഇട്ട് കൊടുക്കണ്ടായിരുന്നു കേട്ടോ. അവൻ കഴിക്കില്ല, നീ കഴിക്കടാന്നൊക്കെ പറഞ്ഞിട്ട്.
നേരമൊക്കെ അവരോട് കളിച്ചു കേട്ടോ. മൂപ്പര് താഴ്ത്തി വെച്ച അപ്പോൾ ഓടുന്ന ആളായ കാരണം കുറച്ച് നേരം അവനൊക്കെ താഴ്ത്തി നിർത്തിയുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ പൊക്കി എടുത്തു അവിടുന്ന്, അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ കൂടെ ഓടിയിട്ട് അവൻ തന്നെ വീണുകൊണ്ടിരിക്കും കേട്ടോ. ആമിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല, കുറച്ച് നേരം ഉറങ്ങി അവൾ എണീറ്റു കേട്ടോ. പിന്നെ ഈ ലൈറ്റും ആൾക്കാരെയൊക്കെ കണ്ട എൻ്റെ നോട്ടത്തിൽ തന്നെയായിരുന്നു, വേറെ കരച്ചിലും മിത്തൂട്ടിനെ ഏട്ടൻ ഷോൾഡറിൽ എടുത്തത് കണ്ടിട്ട് ആദ്യം എടുക്കണം എന്ന് പറഞ്ഞു കേട്ടോ. എന്നിട്ട് പിന്നെ രഞ്ജേട്ടൻ്റെ അടുത്ത് നല്ല വാശിയായിരുന്നു, എന്നെ അതേപോലെ എടുക്കുമെന്ന് പറഞ്ഞിട്ട്. കുറച്ച് നേരമൊക്കെ ഏട്ടൻ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു നിന്നു. പിന്നെ ഒരു രക്ഷയില്ലാട്ടായപ്പോൾ സുജിയേട്ടൻ തന്നെ എടുക്കാൻ നോക്കിയിട്ട്, പക്ഷെ പൊന്തിലായില്ല, മൂപ്പര് വലുതായില്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലുമൊക്കെ മേടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മെല്ലെ സ്വഭാവമൊക്കെ മാറ്റി കേട്ടോ. ആമിക്കുട്ടി എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പുതിയ അടുത്ത ഐറ്റം കൂടി ട്രൈ ചെയ്തിട്ട് ആദുവിന് വേണ്ട പാനിപ്പൂരി മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് പാപ്പനെയും കൂട്ടിയിട്ടും അങ്ങനെ പോയിട്ടാ. നമ്മൾ കണ്ണേക്കും കൊണ്ട് അവൻ തന്നെ സ്ഥലമൊക്കെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ കാണിച്ചു തരുമ്പോഴാണ് ഞങ്ങൾ തന്നെ ആ കടയൊക്കെ കാണുന്നത് കേട്ടോ. മൂപ്പര അവിടെ എത്തിയപ്പോൾ തന്നെ അതൊക്കെ നോട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോഴല്ലേ മനസ്സിലായത്. അങ്ങനെ അത് മാത്രമല്ല കേട്ടോ, ഞങ്ങൾ ഓരോന്ന് ട്രൈ ചെയ്തു കേട്ടോ. ഇങ്ങനെയൊക്കെ പോകുമ്പോഴല്ലേ നമുക്കിതൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാനിതൊന്നും ആദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നേ ഇല്ല. ഇപ്പോൾ ഇങ്ങനെ വേലയ്ക്കൊക്കെ പോകാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇതൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് പിള്ളേർക്ക് ഓരോ ബലൂണും മേടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് പോന്നിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ വേറെ വിശേഷമായിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.